Hello everyone, welcome to LearnWise. MCS 201 എന്നുള്ള നമ്മുടെ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവര് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണണം. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ എത്ര ബ്ലോഗ്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റിനെ 4 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് പാർട്ട് 1 ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു യൂണിറ്റിൽ ഉള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, ബേസിക്സ് ഓഫ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്സ്, പ്രോഗ്രാം ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്, programming language, writing a C program, compiling a C program, link and run the C program. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് എന്തൊക്കെയാണ്? നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ഇൻഫോർമേഷൻസ്, നമ്മുടെ മണി, ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെ? അപ്പോ ചില പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിരിക്കും, ചില പ്രോബ്ലംസ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരിക്കലും ഹ്യൂമൻസിന് കഴിഞ്ഞു എന്ന് വരില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മള് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് എന്തൊക്കെയായിരിക്കും? കമ്പ്യൂട്ടർ മെമ്മറി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. Okay, in this unit, we introduce you to the concepts of problem solving, especially as they pertain to computer programming. Computer programming-മായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആണ്, ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റഗ്രൽ കമ്പണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഒരു ഇന്റഗ്രൽ കമ്പണന്റ് ആണ് എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് റിക്വയേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് റിക്വയർ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? പ്രോബ്ലം ആന്റിസിപ്പേഷൻ. പ്രോബ്ലം ആന്റിസിപ്പേഷൻ മീൻസ് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? പ്രോബ്ലം ആന്റിസിപ്പേഷൻ. പ്രോബ്ലം ആന്റിസിപ്പേഷൻ മീൻസ് ആ ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ള ഒരു അവബോധം, അതിനെയാണ് പ്രോബ്ലം ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കെയർഫുൾ പ്ലാനിങ്. നമ്മൾ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കെയർഫുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പ്രോപ്പർ തോട്ട് പ്രോസസ്. നമുക്ക് അതിനെ കുറിച്ചൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരിക്കണം. ദെൻ ലോജിക്കൽ പ്രെസിഷൻ. കൃത്യമായിട്ടുള്ള ലോജിക്കൽ പ്രെസിഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ പ്രോബ്ലം അനാലിസിസ്. പ്രോബ്ലം അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പെർസിസ്റ്റൻസ് ആൻഡ് അറ്റൻഷൻ. വളരെ ശ്രദ്ധ നൽകിക്കൊണ്ട് വളരെ കെയർഫുള്ളി ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. ദെൻ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഈസ് എ വെരി പവർഫുൾ ടൂൾ ഫോർ സോൾവിംഗ് പ്രോബ്ലംസ്. കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. It is a simple manipulating machine that follows a set of stored instructions called a program. ഇതൊരു സിമ്പിൾ മാനിപ്പുലേറ്റിംഗ് മെഷീൻ ആണ്. That follows a set of stored instructions called a program. Program means എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്.
All types of computer programs are collectively referred to as software. നമ്മൾ എല്ലാതരം കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും നമ്മൾ കോമൺലി നമ്മൾ വിളിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർസ് എന്നാണ്, അല്ലെ? അപ്പൊ ഹാർഡ്വെയർസ് എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് സച്ച് ആസ് ഇലക്ട്രോണിക് സർക്യൂട്ടറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് മീഡിയ എക്സെട്ര കംസ് അണ്ടർ ഹാർഡ്വെയർ. അപ്പോ ഫിസിക്കൽ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് തൊടാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന എക്യുപ്മെന്റ്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് സർക്യൂട്ടറി ഉണ്ട്, ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, സ്റ്റോറേജ് മീഡിയ ഉണ്ട്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്. സോഫ്റ്റ്വെയർ ഗവേൺസ് ദ ഫങ്ഷനിങ് ഓഫ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ ആണ് ഈ ഹാർഡ്വെയറിന്റെ ഫങ്ഷൻസിനെ ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, സോഴ്സ് പ്രോഗ്രാം എന്താണ്, ഒബ്ജക്ട് പ്രോഗ്രാം എന്താണ്, ദെൻ അതിന്റെ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദി ടോപ്പിക് നമുക്ക് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? സോഴ്സ് പ്രോഗ്രാം, ദെൻ ഒബ്ജക്ട് പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലാംഗ്വേജസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ലാംഗ്വേജ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഐഡിയാസ്, തോട്ട്സ് ഇതെല്ലാം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അറിയുന്നുണ്ടാവുക, ചിലരുടെ ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കും, ചിലർക്ക് മലയാളം മാത്രമായിട്ടും അറിയുന്നുണ്ടാവുക. ഇങ്ങനെ ഓരോരുത്തർക്കും അറിയുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? കമ്പ്യൂട്ടറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻസിന് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒരിക്കലും കമ്പ്യൂട്ടറിന് നമ്മുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് 2 നമ്പേഴ്സ് സം ചെയ്ത് അതിന്റെ ആവറേജ് എനിക്ക് തരണം എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞ് അതൊരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് സാധിക്കില്ല. അപ്പൊ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറുമായി ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സ് പ്രോഗ്രാം യൂസർ സൈഡിലുള്ള ഒരു പ്രോഗ്രാം ആണ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം സോഴ്സ് പ്രോഗ്രാം ആണ്. ഓക്കെ, സി, C++, പൈത്തൺ, ജാവ ഇതെല്ലാം നമ്മുടെ യൂസർ സൈഡിൽ വരുന്ന ലാംഗ്വേജുകളാണ്. ഇതെല്ലാം ഒരു പ്രോഗ്രാമർക്ക് അല്ലെങ്കിൽ ഹ്യൂമണിന് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും പറയും. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. Used to code a problem to find its solution is referred to as a source program. എന്താണ് സോഴ്സ് പ്രോഗ്രാം? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ പറയാറുണ്ട്. അപ്പോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു യൂസർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ സോഴ്സ് പ്രോഗ്രാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇതൊരിക്കലും കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഹ്യൂമണിന് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞു. എന്നാൽ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിന് നമ്മൾ എന്താണ് പറയാ? അതാണ് ഒബ്ജക്ട് പ്രോഗ്രാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. The source program is transferred into the machine language. നമ്മുടെ കയ്യിലുള്ള ഈ സോഴ്സ് പ്രോഗ്രാം ട്രാൻസ്ഫോം ചെയ്തിട്ട് അത് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആയിട്ട് മാറുന്നു. അതിനെയാണ് ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ടു പെർഫോം കാൽക്കുലേഷൻസ്. ഇത് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു സോഴ്സ് പ്രോഗ്രാം ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒബ്ജക്ട് പ്രോഗ്രാം, നമ്മുടെ ഈ സോഴ്സ് പ്രോഗ്രാമിനെയാണ് നമ്മൾ
ട്രാൻസ്ഫോം ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് അതിനെ നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നു. എന്നാൽ സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം ലോ ലെവൽ ലാംഗ്വേജ് ആണ് കേട്ടോ. സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒബ്ജക്ട് പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, എന്നാൽ സോഴ്സ് പ്രോഗ്രാം ഹ്യൂമന് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ അപ്പോ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്ട് പ്രോഗ്രാം ആണ്. അപ്പോ ബൈനറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബൈനറി കോഡ്, ബൈനറി ആണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജ്. ബൈനറിയിൽ ഏതൊക്കെ വരുന്നത്? സീറോസും വൺസും മാത്രമാണ് ബൈനറി ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് മറ്റുള്ള ഡെസിമൽ വാല്യൂസ് ഒന്നും ബൈനറിയിൽ വരാത്തത്? ബിക്കോസ് നമ്മുടെ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഒന്നുകിൽ ഓൺ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓഫ് സ്റ്റേജിൽ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 0, 1 നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബൈനറി ലാംഗ്വേജിൽ സീറോസും വൺസും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ്. അപ്പൊ സോഴ്സ് പ്രോഗ്രാം എന്താണെന്നും ഒബ്ജക്ട് പ്രോഗ്രാം എന്താണെന്നും നമ്മൾ പറഞ്ഞു. സോഴ്സ് പ്രോഗ്രാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. സോഴ്സ് പ്രോഗ്രാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. നമ്മൾ പ്രോഗ്രാമർ സൈഡിലുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്നാൽ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ലാംഗ്വേജ് ആണ് ഒബ്ജക്ട് പ്രോഗ്രാം. നമ്മുടെ കയ്യിലുള്ള സോഴ്സ് പ്രോഗ്രാം ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് അതൊരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ്. അപ്പോ ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാള് ഒരു ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുടെ ലാംഗ്വേജ് ഒരിക്കലും ഹിന്ദി മാത്രം അറിയുന്ന ഒരാൾക്ക് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇതിനിടയ്ക്ക് ഒരു ട്രാൻസ്ലേറ്റർ വെക്കും അല്ലെ, അതിന്റെ തർജ്ജമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരു വലിയ ക്രൗഡിനെയൊക്കെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ആളുകൾക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആ ഒരു ക്രൗഡിനെ അഭിമുഖീകരിക്കുന്ന വ്യക്തി പറയുന്നത് ക്രൗഡിന് മനസ്സിലാവുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ വെക്കാറുണ്ട്. എന്തിനാണ്? ഈ പറഞ്ഞത് എന്താണോ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ട്രാൻസ്ലേറ്റർ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ സോഴ്സ് പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനെയുള്ള ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് ആണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് പ്രോഗ്രാം നമുക്കറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഒബ്ജക്ട് പ്രോഗ്രാം എന്നത് കമ്പ്യൂട്ടറിന് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രീറ്റർ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ദി സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ദ ഒബ്ജക്ട് പ്രോഗ്രാം. എന്തിനാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പൈലർ ഓർ ഇന്റർപ്രീറ്റർ എന്നുള്ള ഈ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗർ ശ്രദ്ധിക്കാം. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന്റെ യൂസർ സൈഡാണ്, യൂസറാണ് സോഴ്സ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ സോഴ്സ് പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക്. ഇത് മെഷീൻ സൈഡാണ്, ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ വരുന്നത് കേട്ടോ. കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രീറ്റർ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഇഫ് ദർ ഇസ് അവിടെ എന്തെങ്കിലും സോഴ്സ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുന്നതിനാണ് ഈ ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എറർ ഒന്നും ഇല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാമിനെ ഡയറക്റ്റ് ഒബ്ജക്ട് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഒബ്ജക്ട് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ടു പെർഫോം കാൽക്കുലേഷൻ. ഇവിടെ ഡാറ്റ ഈഫ് റിക്വയർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്ട് പ്രോഗ്രാം കാൽക്കുലേഷൻ പെർഫോം ചെയ്യും. ദെൻ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ ഡാറ്റ എന്തെങ്കിലും എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഡാറ്റ എൻറ്റർ ചെയ്ത ശേഷം നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇതാണ് ഈ ഒരു ഫിഗർ പറയുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിലേക്ക് പോവാം.
അപ്പൊ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് എന്നത് വളരെ സിസ്റ്റമാറ്റിക്കും ക്രിയേറ്റീവും ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്റ്റെപ്സ് ഫോർ പ്രോബ്ലം സോൾവിംഗ്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ് ആണ്. സക്സസ്ഫുള്ളി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ പ്രോബ്ലം ഡെഫിനിഷൻ ഫേസിൽ മെയിൻലി എംഫസൈസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്, വാട്ട് മസ്റ്റ് ബി ഡൺ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, ഹൗ ഇസ് ടു ബി ഡൺ, പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരു പ്രോബ്ലം ഡെഫിനിഷൻ ഫേസിൽ എംഫസൈസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് വാട്ട് മസ്റ്റ് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഈ പ്രോബ്ലം എന്താണ് ചെയ്യേണ്ടത്. ദെൻ ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ പ്രോബ്ലം. അപ്പൊ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഡിഫറെന്റ് വേസിൽ നമുക്ക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു പാത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാൻ. ഓക്കെ, അതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ, ദ യൂസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ്. അപ്പൊ ഇവിടെ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ആണ്. ഏതെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫിക്സ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് എല്ലാം യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ, അതാണ് ദ യൂസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ്. Then the fourth one, similarities among problems. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമ്മൾ നമ്മുടെ പ്രോബ്ലം സോൾവിംഗിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലവുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പ്രോബ്ലവുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ കറന്റ് പ്രോബ്ലവും പാസ്റ്റ് പ്രോബ്ലവും തമ്മിലുള്ള സിമിലാരിറ്റി ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. Then the last one, working backwards from the solution. Working backwards from the solution. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടി എന്ന് വരില്ല. അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിട്ട് വർക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം സോൾവിംഗിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ പ്രോബ്ലം, ദ യൂസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യണം. സിമിലാരിറ്റീസ് എമംഗ് പ്രോബ്ലംസ്, എക്സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്ത ശേഷം ആ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം എക്സാമ്പിൾസ് യൂസ് ചെയ്തതിന് ശേഷമുള്ള പ്രോബ്ലം തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ദ ലാസ്റ്റ് വൺ, വർക്കിംഗ് ബാക്ക്വാർഡ്സ് ഫ്രം ദ സൊല്യൂഷൻ. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്കം അതിൽ നിന്ന് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു പോയിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ്, യൂസിങ് കമ്പ്യൂട്ടർ ആസ് എ പ്രോബ്ലം സോൾവിംഗ് ടൂൾ. ഒരു കമ്പ്യൂട്ടർ ആണ് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ടൂൾ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Computers are very powerful general purpose tool. It solve many types of problems. അല്ലെ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് കുറഞ്ഞ ടൈമില് കുറഞ്ഞ എഫേർട്ടില് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡെയിലി ലൈഫിൽ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹ്യൂമൻസിനെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തതിനേക്കാൾ എഫക്റ്റീവായി കുറഞ്ഞ ടൈമില് കുറഞ്ഞ എഫേർട്ടില് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതിനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്പ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ആയിട്ട് അതിന്റെ അൽഗോരിതം നമ്മൾ ഡിസൈൻ ചെയ്യാം, ദെൻ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് എന്തിനാണ്? വളരെ ഈസി ആയിട്ട് ആ ഒരു പ്രോബ്ലം എന്താണ് എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അൽഗോരിതം ഫ്ലോ ചാർട്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അല്ലെ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ, ആംബിഗ്യൂറ്റി ഇല്ലാതെ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു അൽഗോരിതം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് പ്രോബ്ലം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അൽഗോരിതം ഫ്ലോ ചാർട്ടും ഡെവലപ്പ് ചെയ്യുന്നത്.
സെക്കൻഡ് വൺ റൈറ്റ് ദ പ്രോഗ്രാം ഇൻ എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ആ ഒരു പ്രോഗ്രാമിനെ പിന്നെ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് എഴുതണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് എഴുതാം, പൈത്തണിലേക്ക് എഴുതാം, C++ലേക്ക് എഴുതാം. ആ ഒരു പ്രോബ്ലത്തിന്റെ അൽഗോരിതത്തെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് റിട്ടേൺ ചെയ്യണം. ദെൻ തേർഡ് വൺ എന്റർ ദ പ്രോഗ്രാം യൂസിങ് സം എഡിറ്റർ. ഒരുപാട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നമുക്കറിയാം അല്ലെ, നമ്മുടെ സി എല്ലാം നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ ലാംഗ്വേജിനും ഓരോ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഗ്രാമിനെ ആ ഒരു പ്രോബ്ലത്തിനെ ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ ദ ഫോർത്ത് വൺ ടെസ്റ്റ് ആൻഡ് ഡീബഗ് ദ പ്രോഗ്രാം. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഡീബഗ് എന്താണ്? ബഗ് എന്താണ്? ബഗ് മീൻസ് എറേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഡീബഗ് എന്തായിരിക്കും? എററിനെ ഡിറ്റക്ട് ചെയ്യുക, എറർ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ടെസ്റ്റ് ചെയ്തിട്ട് എറർ എല്ലാം കറക്റ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ റൺ ദ പ്രോഗ്രാം. പ്രോഗ്രാം റൺ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും വാല്യൂസ് അതിലേക്ക് ഇൻപുട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ദെൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടർ ഒരു പ്രോബ്ലം സോൾവിംഗ് ടൂൾ ആണെങ്കിൽ അതിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡെവലപ്പ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. ദെൻ റൈറ്റ് ദ പ്രോഗ്രാം ഇൻ ടു കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ആ ഒരു പ്രോഗ്രാമിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. തേർഡ് വൺ അതിന് ഏത് ലാംഗ്വേജിലാണോ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് നമ്മളത് എൻ്റർ ചെയ്യുന്നു. ദെൻ ടെസ്റ്റ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, ലാസ്റ്റ് റൺ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എഫിഷ്യന്റ് ആവാന്, എറർ ഫ്രീ ആയിരിക്കാൻ, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ അതിനെ കെയർഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ബേസിക്സ് ഓഫ് അൽഗോരിതം. അപ്പോ പ്രോബ്ലം സോൾവിംഗ് ടൂൾസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? ഡെവലപ്പ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ നമ്മൾ അൽഗോരിതത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്സ് ഓഫ് അൽഗോരിതം. അപ്പോ അൽഗോരിതം എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ പ്രോഗ്രാം ഡെവലപ്മെന്റ് ആണ് അല്ലെ. അപ്പോ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. An algorithm is a finite set of steps defining the solutions of a particular problem. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ അൽഗോരിതം എഴുതാറുള്ളത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഇങ്ങനെയാണ് എഴുതാറുള്ളത്. നമ്മളത് പഠിക്കും. Then it will enable the programmer to translate into a computer program using any high-level language. ഹൈ-ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് പ്രോഗ്രാമറിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഇത് ഇനാബിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സ്യൂഡോ കോഡ് ആയിട്ടാണ്. സ്യൂഡോ കോഡ് മീൻസ് ഡിസൈനിങ് ഓഫ് ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ മറ്റ് ചില ഡാറ്റാസും പ്രോഗ്രാമിംഗ് ടേംസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അൽഗോരിതം നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് അൽഗോരിതം. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? അൽഗോരിതം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്ന ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ബൈ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ആണ് അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. ഒരു അൽഗോരിതം വളരെ എഫിഷ്യന്റ് ആയി ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ആ പ്രോബ്ലം എന്നതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. ഓക്കെ. സെക്കൻഡ് വൺ യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫങ്ഷൻസ് ടു എംഫസൈസ് മോഡ്യൂലാരിറ്റി. ഇതാണ് ഫങ്ഷൻസ്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ കറസ്പോണ്ടിങ് ഫങ്ഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇതില് മോഡ്യൂലാരിറ്റി എന്നുള്ള ടേം ഉണ്ട്. മോഡ്യൂലാരിറ്റി മീൻസ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊരു വലിയ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരുപാട് സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ മോഡ്യൂലാരിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം സോൾവിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും റീയൂസ് ചെയ്യുന്നതിനും പ്രോഗ്രാമിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഈസിലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്
ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ചോയ്സ് ഓഫ് വേരിയബിൾ നെയിംസ്. വേരിയബിൾ നെയിംസ് യൂസ് ചെയ്യാം. വേരിയബിൾസ് എന്താണ്? വേരിയബിൾ ഈസ് ദ നെയിം ഓഫ് സ്റ്റോറേജ് ലൊക്കേഷൻസ്. ഒരു സ്റ്റോറേജ് ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡ് എ അല്ലെങ്കിൽ ഇൻഡ് എക്സ്. അപ്പൊ ഈ എ എക്സ് ഇതെല്ലാം ഒരു സ്റ്റോറേജ് ലൊക്കേഷന്റെ പേരുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വേരിയബിൾ നെയിംസ് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. ദെൻ ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഒരു അൽഗോരിതത്തിന് പ്രോപ്പർ ഡോക്യുമെന്റേഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അൽഗോരിതത്തെ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ആണ് അൽഗോരിതത്തിനുള്ളത്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം, use of procedures, functions to emphasize modularity, choice of variable names, documentation of the program. Next, criteria to be followed by an algorithm. നമ്മൾ അൽഗോരിതം ഡിസൈൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻപുട്ട്. There should be 0 or more values which are to be supplied. ഇൻപുട്ട് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻപുട്ട് എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എന്താണോ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇൻപുട്ട് വാല്യൂസ് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് 0 ഓർ മോർ വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഔട്ട്പുട്ട്, അറ്റ്ലീസ്റ്റ് വൺ റിസൾട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അറ്റ്ലീസ്റ്റ് ഒരു റിസൾട്ട് എങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. Then definiteness. Each step must be clear and unambiguous. ഒരു അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പും വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആംബിഗ്യൂറ്റി ഉണ്ടാവരുത്. എന്താണ് ആംബിഗ്യസ്? കൺഫ്യൂഷൻ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അൺആംബിഗ്യസ് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അതില് വ്യക്തത ഉണ്ടായിരിക്കണം വളരെയധികം. അതില് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കരുത്. ഓക്കെ. Then finiteness. If we trace the steps of an algorithm, then for all cases, algorithm must terminate after a finite number of steps. Finite number of steps ഒരു അൽഗോരിതത്തിന് ഉണ്ടായിരിക്കണം. Okay. Effectiveness. Each step must be sufficiently basic that a person using only paper and pencil can in principle carry it out. In addition, not only each step is definite, it must also be feasible. Each step of an algorithm കറക്റ്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഈസിലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതിനെല്ലാമാണ് നമ്മൾ അൽഗോരിതം എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈറ്റീരിയ നമ്മൾ അൽഗോരിതം ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഇൻപുട്ട്, മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ദെൻ ഔട്ട്പുട്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്പുട്ട് എങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനിറ്റ്നെസ്, ഫൈനൈറ്റ്നെസ്, എഫക്റ്റീവ്നെസ്. സെറ്റല്ലേ? നെക്സ്റ്റ് നമ്മൾ അൽഗോരിതത്തിന്റെ എക്സാമ്പിൾസ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഡെവലപ്പ് ആൻ അൽഗോരിതം ടു കമ്പ്യൂട്ട് ആൻഡ് ഡിസ്പ്ലേ ദ സം ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിന്റെ സം കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള അൽഗോരിതമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പ് 2 നമുക്ക് എന്താണോ ഇൻപുട്ട് ചെയ്യാനുള്ളത് അതാണ് നമ്മൾ സ്റ്റെപ്പ് 2 കൊടുക്കുന്നത്. ഇവിടെ സം ഓഫ് 2 നമ്പേഴ്സിന്റെ ആണ് നമുക്ക് കിട്ടേണ്ടത്. 2 നമ്പേഴ്സിന്റെ സം ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 2 നമ്പേഴ്സ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? അപ്പോ ഒരു എയും ബിയും. അപ്പോ റീഡ് 2 നമ്പേഴ്സ് ആസ് എ ആൻഡ് ബി. എ എന്നും ബി എന്നുള്ള 2 നമ്പേഴ്സിനെ നമ്മൾ എക്കും ബിക്കും എൻ്റർ ചെയ്ത് കൊടുക്കണം. ദെൻ തേർഡ് വൺ, ഈ ഒരു എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എ പ്ലസ് ബി അല്ലെ? കാൽക്കുലേറ്റ് ദ സം ഓഫ് എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ സം. അപ്പോ എയുടെയും ബിയുടെയും വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൽ ഏതിലേക്ക് സ്റ്റോർ ചെയ്യണം? സമ്മിലേക്ക് സ്റ്റോർ ചെയ്യണം. സമ്മ് എന്നതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്താണ്? സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് സം. ദെൻ ഈ ഒരു വാല്യൂ, ഇതിനകത്തുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ സ്റ്റോപ്പ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. നമ്മൾ 2 വാല്യൂസിന്റെ സമ്മ കാണുന്നിട്ടുള്ള അൽഗോരിതമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ ശ്രദ്ധിക്കാം.
Develop an algorithm to compute and print the average of a set of data values. Set of data values. കുറച്ച് വാല്യൂസിന്റെ സമ്മ കാണണം. ദെൻ അതിന്റെ ആവറേജും കാണണം അല്ലെ. ഇതിനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കാണണം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 എന്താണ്? ഡാറ്റ വാല്യൂസ് എൻറ്റർ ചെയ്യണം അല്ലെ. അതിന്റെ സമ്മ കാണണം. ഓക്കെ, അപ്പോ സെറ്റ് ദ സം ഓഫ് ദ ഡാറ്റ വാല്യൂസ് ആൻഡ് കൗണ്ട് ടു 0. ഡാറ്റ വാല്യൂസിന്റെ സമ്മ് കൗണ്ടിനെ നമുക്ക് 0 ആയിട്ടും സെറ്റ് ചെയ്യണം. ദെൻ തേർഡ് സ്റ്റെപ്പ്, ആസ് ലോങ് ആസ് ദ ഡാറ്റ വാല്യൂ എക്സിസ്റ്റ്, add the next data value to the sum and add 1 to the count. അടുത്ത ഡാറ്റ വാല്യൂ എൻറ്റർ ചെയ്യുമ്പോൾ കൗണ്ട് എന്തായിരുന്നു? കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യും. ആഡ് 1 to the count. ദെൻ തൊട്ടടുത്ത ഡാറ്റ വാല്യൂമായിട്ട് അതിനെ സമ്മ് ചെയ്യുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ഫോർത്ത് സ്റ്റെപ്പില് ടു കമ്പ്യൂട്ട് ദ ആവറേജ്. അതിന്റെ ആവറേജ് കാണും. എങ്ങനെയാണ് ആവറേജ് കാണുക? നമുക്കറിയാം, ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ആണ് നമ്മൾ ആവറേജ് കാണുന്നതിന്, അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. എത്രയാണോ നമ്പേഴ്സ് ഉള്ളത് അത്. ദെൻ ഡിവൈഡ് ദ സം ബൈ ദ കൗണ്ട്. ഇവിടെ എങ്ങനെ ആവറേജ് കാണുന്നെന്ന് പറഞ്ഞിട്ടുള്ളത്? സം ബൈ കൗണ്ട്. സം ബൈ കൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം ബൈ കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്പ്ലേ ദ ആവറേജ്. ദെൻ ഈ ആവറേജിനെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഞാൻ 1 2 3 4 ഇതാണ് നമ്മുടെ ഡാറ്റ വാല്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ വാല്യൂ എൻറ്റർ ചെയ്യുമ്പോഴും കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വാല്യൂ എൻറ്റർ ചെയ്യുമ്പോൾ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് 2 ആയിട്ട് മാറും. ദെൻ ഒരു വാല്യൂ കൂടെ എൻറ്റർ ചെയ്യുമ്പോൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡാറ്റ വാല്യൂ എൻറ്റർ ചെയ്യാട്ടോ 3 ആയിട്ട് മാറും. അങ്ങനെ 4 വാല്യൂസ് എൻറ്റർ ചെയ്യുമ്പോൾ കൗണ്ട് എന്തായി? ലാസ്റ്റ് കൗണ്ട് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറിയിട്ടുണ്ടായി. ഓരോ വാല്യൂ എൻറ്റർ ചെയ്യുമ്പോഴും കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സമ്മ എന്തായിരിക്കും? 1 + 2 + 3 + 4 സമ്മ കാണുന്നു. നമ്മളോട് ആവറേജ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആവറേജ് കാണാൻ സമ്മ, ഇതിന്റെ സമ്മ ടോട്ടൽ കിട്ടിയിട്ട് അതിനെ കൗണ്ട് ഓരോ വാല്യൂ എൻറ്റർ ചെയ്യുമ്പോഴും കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വാല്യൂ ആണോ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് അത് തന്നെ ആയിരിക്കും നമ്മുടെ കൗണ്ട് വാല്യൂവും വരിക. അപ്പോൾ സം ഡിവൈഡഡ് ബൈ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസിന്റെ ആവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഒരു അൽഗോരിതം. റൈറ്റ് ആൻ അൽഗോരിതം ടു കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. തന്നിരിക്കുന്ന ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് ഫാക്ടോറിയൽ? ഫാക്ടോറിയൽ എന്താണ്? ഫാക്ടോറിയൽ മീൻസ്, അപ്പോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്, ഇതിന്റെ ലോജിക് ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് 6 ഫാക്ടോറിയൽ ആണ്. എങ്ങനെയാണ് 6 ഫാക്ടോറിയൽ കാണാം? ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, 6 ഫാക്ടോറിയൽ കാണുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ 6 ഫാക്ടോറിയൽ കാണുന്നത്. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആയിരിക്കും 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 ഫാക്ടോറിയൽ എത്രയാണ്? 720 ആണ് നമ്മുടെ 6 ഫാക്ടോറിയൽ എന്ന്. 1 × 2 × 3 × 4 × 5 × 6 എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ ആണ് 6 ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം ഡിസൈൻ ചെയ്യണം. സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ എത്ര നമ്പേഴ്സ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ട്? ഒരൊറ്റ നമ്പറാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്. നമുക്ക് 4 എന്നോ 5 എന്നോ 6 എന്നോ ഏതൊരു നമ്പർ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ആ ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്പറിന്റെ ഫാക്ടോറിയൽ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ റീഡ് n ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ദെൻ ഡിക്ലറേഷൻ പാർട്ടിൽ വരുന്നത് i = 1 എന്നും ഫാക്ട് = 1 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, i = 1 ഫാക്ട്, ഇത് ഫാക്ട് ആണ്. ഫാക്ട് = 1 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ഫാക്ട് = ഫാക്ട് × i. ഫാക്ട് എന്താണ്? ഫാക്ട് × i ആണ്. ഫാക്ട് എന്താ? 1 × 1 ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാക്ട് = 1 × 1. അപ്പൊ ഇവിടെ 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ i = i + 1 ആണ്. ഐയുടെ വാല്യൂയുടെ കൂടെ 1 ആഡ് ചെയ്യണം. ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1 + 1 എന്ത് കിട്ടും? 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് അല്ലെ. എന്താണ്? ഇഫില് ഒരു കണ്ടീഷൻ ഉണ്ട്, i <= n. ഐയുടെ വാല്യൂ
നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള എന്നിന്റെ വാല്യൂവിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ സ്റ്റെപ്പ് 4ലേക്ക് പോകണം. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, സ്റ്റെപ്പ് 4ലേക്ക് പോകുന്നു. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ 7th സ്റ്റെപ്പില് പ്രിന്റ് ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യുന്നു. 8th സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞിട്ടുള്ളത്, ഐയുടെ വാല്യൂ 1 എന്നും ഫാക്ട് 1 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ, രണ്ടും 1 ആയതുകൊണ്ട് 1 ഇൻറ്റു 1, സോ 1 എന്ന് കിട്ടി. അപ്പൊ ഐയുടെ വാല്യൂ i+1, ഐയുടെ വാല്യൂ ഓൾറെഡി 1 ആണ്, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഇത് കറക്റ്റ് ആണോ അല്ലെ? 6നേക്കാൾ ചെറുതാണ് 2. ഓക്കെ, ദെൻ വീണ്ടും ഈ 4th സ്റ്റെപ്പിൽ പോകുമ്പോ എന്താണ്, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. അപ്പൊ ഫാക്ട് എന്താണ്, 1 ഇൻറ്റു ഐയുടെ വാല്യൂ ഇവിടെ 2 ആയിട്ടുണ്ട് അല്ലെ? 1 ഇൻറ്റു 2 എന്ന് കിട്ടി. ഫാക്ട് നമുക്ക് ഇവിടെ 2 ആയിട്ട് മാറിയിട്ടുണ്ട്, ഫാക്ട് 2. ദെൻ ഐയുടെ വാല്യൂ 2+1 ഇൻക്രിമെന്റ് ആയിട്ടുണ്ട്, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി. ദെൻ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, അത് ഓക്കെയാണ് അല്ലെ? ദെൻ വീണ്ടും 4th സ്റ്റെപ്പിൽ വരുമ്പോ ഫാക്ട് എന്താണ്, ഫാക്ട് ഇവിടെ എന്താണ്, 2 ഇൻറ്റു ഫാക്ട് ഇൻറ്റു ഐ അല്ലേ ചെയ്യേണ്ടത്, 2 ഇൻറ്റു 3, സോ ഫാക്ട് 6 ആയിട്ട് മാറിയിട്ടുണ്ട്. ഐയുടെ വാല്യൂ 3 ആണ്, 3+1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് 4 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ചെക്ക് ചെയ്യുന്നു, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ഇവിടെ 6 ആണ് കേട്ടോ, 6 അല്ലേ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ, സോ ഇവിടെ 6 ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, അപ്പോ ഇതും ഓക്കെ ആണ്. അപ്പൊ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് പോകുമ്പോൾ ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ. ഫാക്ട് എന്താണ് ഇവിടെ 6 ആണ്, ഐയുടെ വാല്യൂ 4 ആണ്, 6 ഇൻറ്റു 4 24. അപ്പോ നമ്മുടെ ഫാക്ട് നമുക്ക് 24 എന്ന് കിട്ടി. ദെൻ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഇവിടെ 4 ആണ്, 4+1 5, ഐയുടെ വാല്യൂ 5 ആയിട്ടുണ്ട്. ദെൻ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, വീണ്ടും ഫാക്ടിലേക്ക് പോകുന്നു. ഫാക്ട് ഇവിടെ എന്താണ്, 24 ആണ്, 24 ഇൻറ്റു ഐയുടെ വാല്യൂ 5 ആണ്, 24 ഇൻറ്റു 5 120, അപ്പോ 120 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഐയുടെ വാല്യൂ 5+1 ഇൻക്രിമെന്റ് ചെയ്തു, 6 ആയിട്ട് മാറി, 6. ദെൻ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഓക്കെ ആണ് അല്ലെ? അപ്പൊ ഫാക്ടിന്റെ വാല്യൂ 120 ഇൻറ്റു 6, ഐയുടെ വാല്യൂ എന്താണ്, 6 ആണ്, അപ്പോ നമുക്ക് 720 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫാക്ട് 720 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഐയുടെ വാല്യൂ 6+1 ഇൻക്രിമെന്റ് ചെയ്തു, 7 ആയിട്ട് മാറി. അപ്പോ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് ഫാൾസ് ആണ് അല്ലെ? അപ്പോ 6 വരെ ഇത്രയും വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ 720 എന്ന് പ്രിന്റ് ചെയ്തിട്ട് കിട്ടും. ഇതിന്റെ ലോജിക് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അൽഗോരിതം ആണ് നമ്മുടെ മെറ്റീരിയലിൽ കാണാൻ സാധിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം, നമുക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് ഒരു അൽഗോരിതം, റൈറ്റ് ആൻ അൽഗോരിതം ടു ചെക്ക് the given number is prime or not. എന്താണ് പ്രൈം നമ്പേഴ്സ്? മുന്നേ കൊടുത്തിട്ടുണ്ട് 2, 3, 5, 7, 9, 11 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ ഒരു സംഖ്യയും 1 മാത്രമേ അതിൽ ഡിവിസിബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2, 1 ഇൻറ്റു 3 വേറെ ഒരു സംഖ്യ കൊണ്ടും നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്. അപ്പോ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള ഒരു നമ്പർ അത് പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ അൽഗോരിതം ആണ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ ഒരു വാല്യൂ എൻറ്റർ ചെയ്യണം. ഒറ്റ വാല്യൂ ആണ് നമുക്ക് എൻറ്റർ ചെയ്യാനുള്ളത്, n എന്നുള്ള വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് ഇനീഷ്യലൈസേഷൻ ആണ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആണ്. കൗണ്ട് 0 എന്നും ഐയുടെ വാല്യൂ 1 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൗണ്ട് ഈക്വൽ ടു 0, ഐയുടെ വാല്യൂ 1 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തു.
റിപ്പീറ്റ് സ്റ്റെപ്പ് 5 until I less than or equal to n. ഐയുടെ വാല്യൂ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള എന്നിന് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള വാല്യൂവിനെക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ആവുന്നത് വരെ സ്റ്റെപ്പ് 5 ആണ് നമുക്കോട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 6. അപ്പോ സ്റ്റെപ്പ് 5 എന്താണ് പറഞ്ഞിട്ടുള്ളത്? n by i. എന്നിനെ i കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത് എങ്കിൽ കൗണ്ടിന് 1 ഇൻക്രിമെന്റ് ചെയ്യണം, ഐയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 4ലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 6 എന്താ പറയുന്നത്? കൗണ്ട് ഈസ് ഈക്വൽ ടു 2. കൗണ്ടിന്റെ വാല്യൂ 2 ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് പ്രൈം n ഈസ് നോട്ട് പ്രൈം നമ്പർ. ദെൻ 8th സ്റ്റെപ്പ് സ്റ്റോപ്പ്. അപ്പൊ അതിന്റെ ലോജിക്ക് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. കൗണ്ട് 0 എന്നും ഐയുടെ വാല്യൂ n എന്നും ഐയുടെ വാല്യൂ 1 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ n ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ 4 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഞാൻ 4 ആണ് എടുത്തിട്ടുള്ളത്. 4 എന്നുള്ള ഒരു വാല്യൂ പ്രൈം ആണോ അല്ലയോ എന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ചെക്ക് ചെയ്യണം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഇവിടെ എന്താണ്? 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണല്ലേ? അങ്ങനെ ആണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിവൈഡ് n ബൈ ഐ. n എന്താണ്? 4 ആണ്. 4 ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ മോഡുലസ് ഓപ്പറേറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോ 4 ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ 1 ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്കിവിടെ 0 കിട്ടും അല്ലെ? അപ്പൊ ഇതാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ റിമൈൻഡർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു 0. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ റിമൈൻഡറിനെയാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ 0 കിട്ടുന്നുണ്ട്. റിമൈൻഡർ 0 ആണെങ്കിൽ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്തു, ഐയുടെ വാല്യൂ 2 ആയിട്ടും മാറി. ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്തു, ഐയുടെ വാല്യൂ 2 ആയിട്ട് മാറി. ദെൻ അതിനെ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നല്ലേ നമ്മളോട് ചെക്ക് ചെയ്യേണ്ടത്? ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാൾ ലെസർ ആണ്. ദെൻ എഗെയിൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. 4 ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. ദെൻ എഗെയിൻ നമുക്ക് 0 റിമൈൻഡർ കിട്ടുന്നുണ്ട്. റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. 2ഉം 3ഉം ആയിട്ട് മാറി. ദെൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വീണ്ടും ചെക്ക് ചെയ്യുന്നു. വീണ്ടും ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. റിമൈൻഡർ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. 1 കിട്ടിയാൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണോ? വേണ്ട. 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ റിമൈൻഡർ ഈസ് 0 ദെൻ ഇൻക്രിമെന്റ് കൗണ്ട് ബൈ 1. റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമേ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ട, കൗണ്ട് 2 ആയിട്ട് തന്നെ നിലനിർത്തി ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ക്ലിയർ അല്ലേ? അപ്പോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഓക്കെ ആണ്. ദെൻ 4 ഡിവൈഡഡ് ബൈ 4 0 കിട്ടിയിട്ടുണ്ട്. 0 കിട്ടിക്കഴിഞ്ഞാൽ കൗണ്ട് 3 എന്ന് ഇൻക്രിമെന്റ് ചെയ്തു, ഐയുടെ വാല്യൂ 5 ആയിട്ടും ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ 5 ആയി കഴിഞ്ഞാൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? അല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദെൻ ഗോ ടു സ്റ്റെപ്പ് 6. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഇത് വർക്ക് ആവും. ദെൻ ഗോ ടു സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6 എന്താണ്? if count is equal to 2. അതിന്റെ കൗണ്ട് 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ കൗണ്ട് 2 ആണോ? അല്ല. കൗണ്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 3 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? കൗണ്ട് 2 ആണെങ്കിൽ ആ n നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നമ്പർ പ്രൈം നമ്പർ ആണ്, അല്ലെങ്കിൽ പ്രൈം നമ്പർ അല്ല. n ഈസ് നോട്ട് പ്രൈം നമ്പർ. ഇവിടെ നമ്മൾ 4 ആണ് നമ്മുടെ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ. നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഇവിടെ ഈ സ്റ്റെപ്പ് 5 എക്സിക്യൂട്ട് ചെയ്തു. ദെൻ അത് ഫോൾസ് ആയതിനു ശേഷം സ്റ്റെപ്പ് 6ലേക്ക് പോയി. സ്റ്റെപ്പ് 6 കൗണ്ട് 2 ആണോ എന്ന് ചെക്ക് ചെയ്തു. കൗണ്ട് 2 അല്ല, നമുക്ക് 3 ആണ് കൗണ്ട് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ കൗണ്ട് 2 ആണെങ്കിൽ നമ്മുടെ 4 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്. നമ്മുടെ കൗണ്ട് 3 ആണ്. സോ 4 ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. 4 നോട്ട് പ്രൈം നമ്പർ. ഓക്കെ, സെറ്റ് അല്ലേ? ലോജിക്ക് മനസ്സിലായിട്ടില്ലേ?
മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ ഒന്ന് കാണണേ. ഓക്കെ, അപ്പൊ നമ്മൾ അൽഗോരിതത്തിന്റെ 3 എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ടോപ്പ് ഡൗൺ ഡിസൈൻ. എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് വൈസ് റിഫൈൻമെന്റ്. ഇതിന് സ്റ്റെപ്പ് വൈസ് റിഫൈൻമെന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. Top down design suggests taking the general statements about the solution one at a time and then breaking them down into more precise subtasks or subproblems. ഒരു പ്രോബ്ലത്തിന്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും അതിനെ ബ്രേക്ക് ചെയ്ത് നമ്പർ ഓഫ് പെർട്ടിക്കുലർ സബ് ടാസ്കുകളായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ജനറൽ ടു പെർട്ടിക്കുലർ ആണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അതിൽ നിന്നും ഒരുപാട് പെർട്ടിക്കുലർ സബ് ടാസ്കുകളാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ജനറൽ ടു പെർട്ടിക്കുലർ സബ് ടാസ്കുകളാണ് കേട്ടോ അത്. അപ്പോൾ ഒരു ടോപ്പിലുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കുറച്ചധികം സബ് ടാസ്കുകളായിട്ട് പെർട്ടിക്കുലർ സബ് ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. These subproblems should more accurately describe how the final goal can be reached. അപ്പൊ ഈ ഒരു സബ് പ്രോബ്ലം വളരെ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഫൈനൽ ഗോളിൽ റീച്ച് ചെയ്യാം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The process of repeatedly breaking a task down into subtasks ഞാൻ പറഞ്ഞു, ഒരു ജനറൽ നിന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരുപാട് സബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു ടാസ്കിൽ നിന്നും ഒരുപാട് സബ് ടാസ്കുകൾ മസ്റ്റ് കണ്ടിന്യൂ അണ്ടിൽ ദ സബ് പ്രോബ്ലം ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ആസ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഒരു ടാസ്കിനെ റിപ്പീറ്റഡ്ലി ബ്രേക്ക് ചെയ്ത് സബ് ടാസ്ക് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ സബ് ടാസ്ക് വീണ്ടും സ്മോളർ സബ് ടാസ്ക് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ. With each splitting, it is essential to define how a subproblem interact with each other. ഓരോ സ്പ്ലിറ്റിംഗിലും ഈ സബ് പ്രോബ്ലംസ് തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഓർ ലാർജ് പ്രോബ്ലത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുന്നതിനും പ്രോബ്ലത്തിന്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെറ്റർ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അൽഗോരിതം ആണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അൽഗോരിതം എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്രൈറ്റീരിയാസ്, പിന്നെ അതിന്റെ 3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ദെൻ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്താണ്? ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരുപാട് പെർട്ടിക്കുലർ സബ് ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെക്കുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോബ്ലത്തിന്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്, കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 യൂണിറ്റ് 1 പാർട്ട് 1 സെഷനിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.